ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മെയ് 10 വിശുദ്ധ അന്റോണിനൂസിൻ്റെ തിരുനാൾ. ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബാംഗമായ നിക്കോളസ് പിയറോസിയുടെ മൂത്ത മകനാണ് അന്റോണിനൂസ് അഥവാ കുഞ്ഞാന്റണി. കുട്ടിക്കളികളിൽ താൽപ്പര്യം കാണിക്കാതിരുന്ന കുഞ്ഞാന്റണി വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഭക്തരായ കുട്ടികളോട് ഇടപഴകുന്നതിനും അവന് പ്രിയങ്കരമായിരുന്നു. വീട്ടിലും സ്കൂളിലും അവനെ കണ്ടില്ലെങ്കിൽ പിന്നെ അവനെ വിശുദ്ധ മൈക്കിളിൻ്റെ ദേവാലയത്തിൽ ദൈവ സമക്ഷമോ കുരിശുരൂപത്തിൻ്റെ മുൻപിലോ അന്വേഷിച്ചാൽ മതി. 16-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. വൈദികനായി ബലിപീഠത്തിങ്കൽ നിന്നിരുന്നത് സദാ കണ്ണുനീരോടെയാണ്. തുടർന്ന് ഫ്ലോറൻസിലെ ആർച്ച് ബിഷപ്പായി. എബുജേനിയൂസ് 4-ാമൻ മാർപ്പാപ്പ രോഗിയായപ്പോൾ ആർച്ച് ബിഷപ്പ് അന്റോണിനൂസിനെ റോമിലേക്ക് വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് കുമ്പസാരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് തിരുപ്പാതയവും രോഗീലേപനവും സ്വീകരിച്ച് 1447 പകർച്ചവ്യാധിയിൽ ഡൊമിനിക്കൻ വൈദികരെ വീടുകളിലേക്ക് അയച്ച് രോഗികൾക്ക് വേണ്ട ശുശ്രൂഷ നൽകിയിരുന്ന മുൻ ആശ്രമങ്ങളിലെ സന്യാസികളെല്ലാം പകർച്ചവ്യാധി പിടിപെട്ട് മരണമടഞ്ഞു. ഭൂകമ്പങ്ങൾ ഉണ്ടായപ്പോഴും ആർച്ച് ബിഷപ്പ് ജനങ്ങളുടെ സഹായത്തിന് ഓടി എത്തിയിരുന്നു. 1459 മെയ് 2-ാം തീയതി തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായി ഈ ലോകത്തോട് അദ്ദേഹം യാത്ര പറഞ്ഞു. അഗതികളുടെ സംരക്ഷകനായ വിശുദ്ധ അന്റോണിനൂസെ, ഞങ്ങൾക്ക് വേണ്ടിയും അപേക്ഷിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.